കേരളത്തിലെ പൈതൃക ഭൂമിയായ കുട്ടമ്പുഴ. ഇവിടുത്തെ കാറ്റിലും നദിയുടെയും കുന്നിൻ്റെയും മർമ്മരത്തിലും ഒരു മഹത്വത്തിൻ്റെ നാദമുണ്ട്, ഒരു ദേവിയുടെ അനുഗ്രഹം, ഒരു ഐതിഹ്യം. കിണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പുരാതന ചരിത്രത്തിൻ്റെ അദ്ഭുത സാക്ഷിയാണ്. അതിൻ്റെ ഹൃദയത്തിലൊരനന്ത കഥയുണ്ട്. ഒരു ദിവ്യ ജലസ്രോതസ് എന്ന് വിളിക്കാവുന്ന പായസപ്പാറ. കിണാച്ചേരി അമ്മയ്ക്ക് ഞങ്ങളെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു. ദേവി ഞങ്ങളെന്തെങ്കിലും ഒരു വലുവായിട്ടാൽ ഞങ്ങളെ അണിയിക്കും, ഞങ്ങളെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഇത് ഞങ്ങളുടെ പൂർവ്വമാരായിട്ട് ചെയ്തു പോകുന്ന ഒരു നേർച്ചയാണ്. പരമ്പരയായിട്ട് നേർച്ച സമ്പ്രദായമാണ്. അത് ഇതേ പാറിൽ വെച്ചാണ് ഈ നേർച്ച ചെയ്യുന്നത്. ഞങ്ങളിത് ഇങ്ങനെ ചെയ്തു പോകുന്തോറും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കാരണന്മാർ മുമ്പ് മുതലുള്ള ആചാരങ്ങളാണ്, ശിഷ്ടാനുവർത്തികളാണ്. ആ ഒരു അനിഷ്ടങ്ങളാണ് ഞങ്ങളിന്നും, അവർ പറഞ്ഞു തന്നിട്ടുള്ള അനിഷ്ടങ്ങളാണ് ഞങ്ങളിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി വേനൽക്കാലത്ത് പോലും വറ്റാത്ത ഒരു ഉറവ. ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു വലിയ പാറയുടെ മുകളിൽ ആദിവാസികൾ വിശുദ്ധമായി കരുതുന്ന ഒരു തീർത്ഥം. ഈ ദിവ്യജലത്തിൽ നിന്നാണ് ദേവിക്ക് അർപ്പിക്കാനുള്ള പായസം ഒരുക്കുന്നത്. ഈ ആചാരമാണ് അവരുടെ നിസ്വാർത്ഥ സമർപ്പണം. ഈ ക്ഷേത്രത്തിൻ്റെയും ദേവിയുടെയും ആത്മാവാണ് ആദിവാസി സമുദായങ്ങൾ. അവരുടെ ആചാരങ്ങൾ, പാട്ടുകൾ, ചുവടുകൾ എല്ലാം ദേവിക്കായി. കണ്ണകി ദേവിയെ മുതുകിൽ ചുമന്നവരാണ് മുതുവന്മാർ എന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്നും ദേവിയുടെ ആചാരങ്ങളും സംഗീതവും നൃത്തവുമെല്ലാം അവർ പിന്തുടരുന്നുണ്ട്. ദേവിക്ക് സമർപ്പിക്കുന്ന പായസം ആചാരപരമായൊരു നിവേദ്യമാണ്. ഈ ദിവ്യജലം ചേർത്ത പായസം പാകം ചെയ്യുമ്പോൾ അവിടുത്തെ ഭക്തിയും സമർപ്പണവും മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ചുട്ട കാട്ടുകിഴങ്ങുകൾ, നാടൻ വിളകൾ, ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ. ആദിവാസി പാട്ടുകളുടെ താളത്തിൽ തീയും ചൂടും കഠിനാധ്വാനവും ചേർത്ത് അവർ ഈ സമർപ്പണം ഒരുക്കുന്നു. ഈ ക്ഷേത്രം ചേര രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിതമായതാണെന്ന് ചരിത്രക്കുറിപ്പുകൾ പറയുന്നു. തട്ടേക്കാട് ചേലമലയിലായിരുന്ന വേനൽക്കാല രാജധാനിയുടെ ഭാഗമായിരുന്ന ഈ ക്ഷേത്രം കൊടുങ്ങല്ലൂരിലേക്കുള്ള വ്യാപാര വഴിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിയാർ നദിയുടെ ഒഴുക്കുമാറ്റവും ചരിത്രത്തിൻ്റെ തിരുവഴികളും ഈ മഹാക്ഷേത്രത്തിൻ്റെ ഭാവിയെ മാറ്റിമറിച്ചു. ഇന്നും പഴയ ശിലാവശിഷ്ടങ്ങൾ ആ കാലത്തെ തേജസ്സിൻ്റെ സാക്ഷികളായി ഇവിടെ നിലനിൽക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ദേവിയുടെ പക്കലേക്ക് എത്തുന്നു. വിനോദസഞ്ചാരികളും ചരിത്രാന്വേഷകരും ഒരുപോലെ ഇവിടുത്തെ മഹത്വം ആസ്വദിക്കുന്നു. ഈ ദേവീക്ഷേത്രം ഭക്തിയുടെ പകർപ്പാണ്, വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ഇനിയും തലമുറകൾ മാറും,
കാലങ്ങൾ കടന്നു പോകും. പക്ഷേ കിണാച്ചേരി ദുർഗാഭഗവതി ദേവിയുടെ അനുഗ്രഹം ഈ കാനനത്തിൽ ഉള്ളിലൊളിച്ചു വെച്ച മഹത്വം എന്നും നിലനിൽക്കും. സന്താന സൗഭാഗ്യത്തിനും തൊഴിൽ ലഭിക്കുന്നതിനുമായി കേരളത്തിലെമ്പാടു നിന്നുമുള്ള ഭക്തജനങ്ങൾ ദേവിയുടെ പക്കലേക്ക് ഒഴുകിയെത്തുന്നു. കിണാച്ചേരി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഒപ്പമാകട്ടെ. നമുക്ക് നമ്മുടെ പൈതൃകത്തെ പുതു തലമുറക്ക് പകർന്നു നൽകാം. നമുക്ക് നമ്മുടെ പൈതൃകത്തെ സ്നേഹിക്കാം.